ഹായ് ഗൈസ്, ഇന്ന് വേൾഡ് ടൂറിസം ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ വേളിയിൽ നമ്മുടെ ടൂറിസം മിനിസ്റ്ററിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി കോളേജിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്നുള്ള കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഉള്ള ബസ്സാണ്. 2:30 സമയം ഏകദേശം. നമ്മൾ വേളിയിലോട്ട് തിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് ബസ്സിന്റെ ഉള്ളിലെ വിശേഷം. അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോർഡിനേറ്റർ നമ്മുടെ സ്വന്തം അതിൽ സജി. ഗൈസ്, നമ്മൾ വേളി എത്തി. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ ടൂറിസം സ്പോട്ടായ വേളിയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് വേളി. ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. സിവി ടീച്ചർ ഒരു ഹായ് പറയൂ. എല്ലാവരും ഒരു ഹായ്. ടീച്ചർ ടീച്ചറുണ്ട് എല്ലാവരും. ഗൈസ്, അപ്പോൾ വന്ന പരിപാടി ഇതാണ്. വേൾഡ് ടൂറിസം ഡേ ആണ് ഇന്ന്. നമ്മുടെ കോളേജിന്റെ ബർത്ത്ഡേയും കൂടിയാണ്. കേരള ടൂറിസം ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ് ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രോജക്റ്റ്. വേളിയാണ് ഈ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് കോഴിക്കോട്. പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹാർബർ ആയിട്ടുള്ളത്, ആ ഹാർബർ സിറ്റുവേറ്റ് ചെയ്യുന്നത് കോഴിക്കോടിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഈ ഒരു ബീച്ച് ഏരിയ ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കോഴിക്കോടിന്റെ അത്ര നല്ലൊരു സ്പേസ് കേരളത്തിൽ വേറെ അല്ലാന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ പറയും. പിന്നെ എനിക്ക് പറയാനുള്ളത് കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് തുഷാരഗിരി, അതുപോലെ തന്നെ കരിയാത്തുംപാറ പോലുള്ള ഒരുപാട് നാച്ചുറൽ സ്പോട്ട് ഉണ്ട്. യാത്രാ വിവരണ സെഷൻ കഴിഞ്ഞതോടുകൂടി മന്ത്രി എത്തുകയും പിന്നീട് ഔദ്യോഗിക പരിപാടികളിലേക്ക് കടക്കുകയും ചെയ്തു.